വെൽക്കം ടു ഏറിസ് വ്ളോഗ്സ്. ഇന്ന് SSLC ഇംഗ്ലീഷിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ടാബുലർ ഫോം തന്നിരിക്കുകയാണ്. അതിൽ തന്നെ എല്ലാ ആൻസേഴ്സും ഉണ്ട്. നമ്മൾ അതിൽ നിന്ന് എടുത്തെഴുതുക മാത്രമേ ചെയ്യുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ട്രൈബ് സെലിബ്രേറ്റ്സ് സോഹ്റായ് ഫെസ്റ്റിവൽ? ഏത് ട്രൈബാണ് സോഹ്റായ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഫെസ്റ്റിവൽ ആയതുകൊണ്ട് അത് കൾച്ചറൽ ഹൈലൈറ്റ്സിലാണ് വരിക. അപ്പോൾ കൾച്ചറൽ ഹൈലൈറ്റ് എന്ന കോളം മാത്രം നോക്കിയാൽ മതി. ആ കൾച്ചറൽ ഹൈലൈറ്റിൽ കോളം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സാന്താൾ ട്രൈബാണ് സോഹ്റായ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് സെൻറ്റൻസിൽ എഴുതണം. സാന്താൾ ട്രൈബ് സെലിബ്രേറ്റ്സ് ദ സോഹ്റായ് ഫെസ്റ്റിവൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വേർ ആർ ദ ബഞ്ചറാസ് നോട്ട് ഫൗണ്ട് ഇൻ ഇന്ത്യ? അവിടെ ബഞ്ചറാസ് എന്ന ട്രൈബിൻ്റെ കോളം എടുക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് റീജിയൻ ആണ്, പ്രദേശം. അവരൊക്കെ കാണപ്പെടുന്ന പ്രദേശമാണ്. അപ്പോൾ റീജിയൻ എന്ന കോളം എടുക്കുക. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. വേർ ആർ ദ ബഞ്ചറാസ് നോട്ട് ഫൗണ്ട്? എവിടെയാണ് അവരെ കാണാനില്ലാത്തത്? അപ്പോൾ അവിടെ എക്സെപ്റ്റ് എന്ന വാക്കാണ് നമുക്ക് കിട്ടിയ ക്ലൂ. ദേ ആർ ഫൗണ്ട് ഇൻ ഇന്ത്യ എക്സെപ്റ്റ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് എന്നാണ് പറയുന്നത്. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസും ഒഴികെ ബാക്കി എല്ലായിടത്തും കാണാം. അപ്പം നമ്മൾ ആൻസർ ദേ ആർ നോട്ട് ഫൗണ്ട് ഇൻ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. തേർഡ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ ട്രൈബ് വിച്ച് ഇസ് ഫേമസ് ഫോർ പിഥോറ പെയിൻറ്റിങ്. അവിടെ പിഥോറ പെയിൻറ്റിംഗ് ആണ് നമ്മുടെ ക്ലൂ. പിന്നെ അതൊരു കൾച്ചറൽ ആക്ടിവിറ്റിയാണ്. ഈ പെയിൻറ്റിങ്, ഡാൻസ്, സോങ് ഇതൊക്കെ കൾച്ചറൽ ആക്ടിവിറ്റി ആണല്ലോ. അപ്പോൾ കൾച്ചറൽ ആക്ടിവിറ്റീസിൻ്റെ കോളം എടുക്കുക. എന്നിട്ട് പിഥോറ പെയിൻറ്റിങ് കണ്ടുപിടിക്കുക. ആ സമയത്ത് അതിന് നേരെ കാണുന്നതാണ് ഭിൽ ട്രൈബ്. അപ്പോൾ നമ്മൾ ആൻസർ ഭിൽ ട്രൈബ് ഈസ് ഫേമസ് ഫോർ പിഥോറ പെയിൻറ്റിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലാംഗ്വേജ് സ്പോക്കൺ ബൈ ദ ഗോണ്ട് ട്രൈബ്? അവിടെ വളരെ എളുപ്പമാണ്. ലാംഗ്വേജ് ഒന്ന് നോക്കുക. ഗോണ്ട് ട്രൈബിൻ്റെ നേരെ കാണുന്ന ലാംഗ്വേജ് ഗോണ്ടി. ഗോണ്ടി ഈസ് ദ ലാംഗ്വേജ് സ്പോക്കൺ ബൈ ദ ഗോണ്ട് ട്രൈബ്. കംപ്ലീറ്റ് സെൻറ്റൻസിൽ എഴുതണം. ഹൗ ഡു ദ ഗ്രേറ്റ് ആസാമീസ് ഏൺ ദിയർ ലിവിങ്? അവിടെ ഉപജീവന മാർഗം എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് ഏത് കോളത്തിലുണ്ടാവുക? ലൈഫ് സ്റ്റൈലിൽ, ജീവിതമാർഗം, അതിലാണ് ഉണ്ടാവുക. അപ്പോൾ ഗ്രേറ്റ് ആസാമീസ് നോക്കുക, നേരെ ലൈഫ് സ്റ്റൈൽ നോക്കുക. അപ്പോൾ അവരെന്താണ്? ദേ ആർ ഡിപ്പെൻഡൻ്റ് ഓൺ ഫോറസ്റ്റ് ആൻഡ് മെറൈൻ റിസോഴ്സസ് എന്ന് മാത്രം എഴുതിയാൽ മതി.